ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലുള്ള കേരള ടീം ട്രെയിൻ കിട്ടാതെ എറണാകുളം സ്റ്റേഷനിൽ തുടരുന്നത്. ജൂനിയർ സീനിയർ വിഭാഗത്തിലുള്ള കുട്ടികളുടെ യാത്രയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. സ്നേഹ ഓൺലൈൻ ആൻഡ് വിവരങ്ങളുമായിട്ട്. സ്നേഹ, എന്തുപറ്റി? ഒരു യാത്രയുടെ വേണ്ട ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണോ അധികൃതർ കുട്ടികളുമായി പുറപ്പെട്ടത്? ദിവിഷ്, 17-ാം തീയതി മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് വെച്ച് നടക്കാനിരിക്കുന്ന ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനിരിക്കുന്ന സീനിയർ ജൂനിയർ വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ട്രെയിൻ കിട്ടാതെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്നും വലിയ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 പുറപ്പെടേണ്ടിരുന്ന മംഗൾദ്വീപിൽ എക്സ്പ്രസ്സിലായിരുന്നു ഇവർ യാത്ര ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ 1:30 ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നത്. അതായത് ടിക്കറ്റുകൾ കൺഫേം അല്ല, ആരും തന്നെ ട്രെയിൻ കയറേണ്ടതില്ല എന്നുള്ളത്. നിലവിൽ കുട്ടികളും ബാഡ്മിന്റണിൽ പങ്കെടുക്കാനിരിക്കുന്ന കുട്ടികളും കോച്ചും മാനേജർമാരും അടക്കം 23 പേരായിരുന്നു ഭോപ്പാലിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നത്. അതിലാകെ 2 ടിക്കറ്റുകൾ മാത്രമാണ് കൺഫേം ആയിട്ടുള്ളത്. ഏതായാലും കടുത്ത അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് തലേദിവസം പോലും ടിക്കറ്റ് കൺഫേം ആണ് എന്ന തരത്തിലായിരുന്നു അധികൃതർ സംസാരിച്ചിരുന്നത്. ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞ് ഈ കായിക വിഭാഗത്തിലുള്ള വേണ്ടപ്പെട്ട അധികൃതരുമായി കുട്ടികളും രക്ഷിതാക്കളും ബന്ധപ്പെട്ടപ്പോൾ അവർ ഫോൺ പോലും എടുക്കാൻ തയ്യാറല്ല എന്നാണ് കുട്ടികളും രക്ഷിതാക്കളും നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും നമുക്കറിയാം 17-ാം തീയതിയാണ് മത്സരം നടക്കേണ്ടിയിരിക്കുന്നത്. അതിന് 2 ദിവസം യാത്ര തന്നെ വേണ്ടിയിരിക്കുന്നു. ആവശ്യമായ വിശ്രമം വേണം. അതായത് കേരളത്തിലെ കാലാവസ്ഥയിൽ നിന്നും മധ്യപ്രദേശിലെ കാലാവസ്ഥയിലേക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിൽ കുട്ടികളുടെ ശരീരവുമായി ഇഴുകിച്ചേരണം. ഇത്തരത്തിലുള്ള വിശ്രമവും കാര്യങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ആവശ്യമാണ്. ഒളിമ്പിക്സ് മോഡൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത് ഒന്നാമതെത്തിയ ടീമിനാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നത് എന്നുള്ളത് വലിയൊരു അനാസ്ഥയായി തന്നെ ചൂണ്ടിക്കാട്ടേണ്ടതാണ്. എന്ത് ചെയ്യും? കുട്ടികൾ എങ്ങനെ തുറന്നാൽ എന്താണ് അടുത്ത മറ്റൊരു വഴി? എന്താണ് ഈ അധ്യാപകരൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്? നിലവിൽ രക്ഷിതാക്കളോട് നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അധികൃതർ ഫോൺ എടുക്കുന്നില്ല. ഇപ്പോഴും അവർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ആവശ്യമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. ദിവിഷ്.